ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയതാണ് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായാൽ ആ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന്. അതായത് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമാണ് എങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് if the sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides of this triangle are equal. ഇന്നിനി നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളും ഒരു കോണും തന്നാൽ, അതായത് 2 sides and an angle, എങ്കിൽ അങ്ങനെയുള്ള ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് മനസ്സിലാക്കുന്നതിനായി ആദ്യം നമ്മൾ ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. 2 വശങ്ങളുടെ നീളവും അവ ചേരുന്ന കോണും തന്നാൽ ത്രികോണം വരയ്ക്കുക. അതായത് 2 സൈഡ്സും an angle between them തന്നാൽ, അതിന്റെ അളവും തന്നാൽ നമ്മൾ ട്രയാങ്കിൾസ് വരയ്ക്കുക. അതിനായി ഇവിടെ അളവുകൾ തന്നിട്ടുണ്ട്. വശങ്ങളുടെ അളവുകൾ അഥവാ സൈഡ് ലെന്ത് എന്ന് പറയുന്നത് വശങ്ങൾ 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും വശങ്ങളുടെ നീളവും ആംഗിൾസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 സൈഡ്സ്, അതായത് ഈ 2 വശങ്ങൾക്ക് ഇടയിൽ വരുന്ന കോണ് 40 ഡിഗ്രിയും ആവുന്ന തരത്തിൽ ത്രികോണങ്ങൾ വരയ്ക്കുക. എന്നിട്ടുള്ള മെഷർമെന്റ്സ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ത്രികോണങ്ങൾ അഥവാ ട്രയാങ്കിൾസ് ആണ് ഇത് രണ്ടും. ത്രികോണ ABC, ത്രികോണം PQR, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് കൂട്ട് തന്നെ ഈ 2 ത്രികോണങ്ങളുടെയും മാതൃക എടുക്കുന്നു. ഒന്നാമത്തെ ട്രയാങ്കിൾ ത്രികോണമാണ് ABC. ABC വശത്തിന്റെ അളവ് 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും അവ ചേരുന്ന കോണാണ് ഇവിടെ കോൺ A, അത് 40 ഡിഗ്രി. അതായത് ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് 7 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ഈ ബിറ്റ്വീൻ ദീസ് 2 സൈഡ് ഈസ് 40 ഡിഗ്രി. ആ മോഡലാണ് ഇത്. ഇനി അടുത്തത് PQR എന്ന് പറയുന്ന ത്രികോണം. ഈ ത്രികോണത്തിന്റെ വശത്തിന്റെ അളവ് അതേ അളവ് തന്നെ 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും അവ ചേരുന്ന കോണാണ് കോൺ Q. ആ കോൺ Q എന്ന് പറയുന്നത് 40 ഡിഗ്രി. സൈഡ്സ് 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്റർ, ആംഗിൾ ബിറ്റ്വീൻ ദം 40 ഡിഗ്രി. അപ്പൊ രണ്ടാമത്തെ ത്രികോണത്തിന്റെ മാതൃകയും എടുത്തു. ഇനി ഇത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ മുകളിലായി രണ്ടാമത്തെ ത്രികോണം ചേർത്ത് വെക്കുന്നു. ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരേ അളവുകൾ ഒരേ രീതിയെ വരത്തക്ക രീതി ചേർത്ത് വെക്കുക. നോക്ക്, ത്രികോണ ABC 4 സെന്റിമീറ്റർ ഇവിടെയല്ലേ, PQRന്റെ ഭാഗം 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് RQ എന്ന് പറയുന്ന ഈ സൈഡ്. അപ്പൊ നമ്മളിതാ അത് ചേർന്ന് വരത്തക്ക രീതിയിൽ ഇത് ചേർത്ത് വെക്കുന്നു. അപ്പം ഒന്നാമത്തെ ത്രികോണം രണ്ടാമത്തെ ത്രികോണത്തോടെ, ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡ് ട്രയാങ്കിളിനോട് ചേർന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് പറയാം ഈ 2 ത്രികോണങ്ങൾ 2 ട്രയാങ്കിൾസും തുല്യമായിട്ടിരിക്കുന്നു. തുല്യമാണ്, ഈക്വൽ ആണെന്ന് പറയാം. പിന്നെ നോക്കി, ഇവിടെ ABC എന്ന് പറയുന്ന ഈ ത്രികോണം, ഈ ട്രയാങ്കിളും PQR എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഇവിടെ രണ്ടിടത്തും 2 വശങ്ങൾ 2 സൈഡ്സ് ഈക്വൽ ആണ്, 7 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും. ഇനി ഈ മോഡലിൽ നോക്കിയേ, മൂന്നാമത്തെ സൈഡിന്റെ പ്രത്യേകത എന്താ? ഈ ത്രികോണത്തിൽ ഈ ട്രയാങ്കിളിലെ 3 സൈഡും ഈക്വൽ ആണ്. മൂന്നാമത്തെ സൈഡും ഈക്വൽ ആണ്. അതായത് BC എന്ന് പറയുന്ന ഈ സൈഡ് PR എന്ന് പറയുന്ന ഈ സൈഡുമായിട്ട് ഈക്വൽ ആയിരിക്കും. BC
എന്ന് പറയുന്ന വശം പി ആർ എന്ന് പറയുന്ന വശവുമായിട്ട് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ബി സി ഈക്വൽസ് പി ആർ. ബി സി സമം പി ആർ എന്ന് പറയാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ വശം മനസ്സിലായി. രണ്ടു വശവും അവ ചേരുന്ന കോണും തുല്യമായ രണ്ട് ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കോണ് അഥവാ ആംഗിൾസിനെ പറ്റി നോക്കാം. ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഒരു കോൺ അഥവാ ഒരു ആംഗിള് ഈക്വൽ ആണ്, തുല്യമാണ്. എത്രയാ? 40 ഡിഗ്രി. 40 ഡിഗ്രിയാണ് രണ്ടിടത്തും. ഇനി ബാക്കി കോണുകളുടെ പ്രത്യേകത നോക്കാം. നിങ്ങൾക്ക് ഈ മോഡല് നോക്കിയാൽ അറിയാൻ പറ്റും ബാക്കിയുള്ള രണ്ട് കോണുകളും തുല്യമാണ് എന്ന്. നോക്ക്, 3 കോണും ചേർന്ന് തന്നെയല്ല ഇരിക്കുന്നത്. ഈ ബാക്കിയുള്ള 3 കോണുകളും തുല്യമാണ്. ഈ ത്രികോണത്തിന്റെ 3 കോണുകൾ, ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും തുല്യമാണ്. അതായത് ഈ രണ്ട് ആംഗിളിനോട് തുല്യമാണ് എന്ന് പറയാം. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കിയത് രണ്ട് വശങ്ങളും അവയ്ക്കിടയിലെ കോണും തുല്യമായി വരുന്ന രണ്ട് ത്രികോണം എടുത്താൽ നമുക്ക് പറയാൻ കഴിയും ആ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശം, തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു രണ്ട് കോണുകള്, ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും അങ്ങനെയുള്ള ത്രികോണത്തിന്റെ. ഇത് നമുക്ക് ഡെഫിനിഷനായിട്ട് പറയാം. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണിനും തുല്യമാണ് എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളുടെയും മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. അത് മാത്രമല്ല മറ്റു രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതായത് if two sides of a triangle are and the angle made by them are equal to two sides of another triangle and the angle made by them, then the third side of the triangle are also equal. The other two angles are also equal.